ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, കലയന്താനി സെൻറ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്നു സായം സന്ധ്യ. അഭിനയിക്കുന്നവർ ജോസ്താന, മനോജ് സാമുവൽ, ഇഗ്നേഷ്യസ് കലയന്താനി, മാത്യു കോട്ടൂർ, ജോയി പള്ളിക്കമാലിൽ, സി കെ മാത്യു ചിറപ്പുറത്ത്, ടോമി വള്ളോപ്പിള്ളിൽ, ഷിജി അറഞ്ഞപുഴ, ഷോജി അറഞ്ഞപുഴ, അവിരാൻകുട്ടി കല്ലിടുക്കിൽ. നാടകരചന ജിമ്മി തോമസ്. റെക്കോർഡിംഗ് അശ്വതി ഡിജിറ്റൽസ് ഉടുമ്പന്നൂർ. സംവിധാനം ജോസ് താന. സായം സന്ധ്യ. മാത്തുക്കുട്ടിയേ, മാത്തുക്കുട്ടി, ഈ ചെറുക്കൻ എവിടെ പോയി കിടക്കുവാ? എടാ മാത്തോ! എന്തോ കാർന്നൂർ തുടങ്ങിയില്ല രാവിലെ. ഇതെന്തോന്നാ ഉണ്ണിച്ചേട്ടാ രാവിലെ തുടങ്ങി ബഹളം? ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലേ? ഓ, കിട്ടി. പതിവ് പോലെ പുട്ടും കടലും. ഉപ്പിച്ചിരി കൂടിപ്പോയത് കൊണ്ട് കടലക്കറി അത്ര സുഖമായില്ല. ഉണ്ണിച്ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി? അടുത്ത 10-ാം തീയതി ആകുമ്പോ 2 മാസം പൂർത്തിയാകും. അതാ 2 മാസമല്ലേ ആയുള്ളൂ. പതുക്കെ ഇതൊക്കെ ശീലമായിക്കോളൂ നീ. ഹലോ, അതെ, സാൻജോ സ്നേഹസദനം തന്നെ. ഞാനിവിടുത്തെ സ്റ്റാഫാ. ഡയറക്ടറോ? ഫാദർ ജോൺ ഒറ്റപ്പിളാവൻ. മുമ്പ് അച്ഛൻ പാലക്കാട്ടോ മറ്റോ ആയിരുന്നു. ഈ അടുത്ത കാലത്താണ് ഇങ്ങോട്ട് മാറ്റമായത്. ഇവിടെ ഉണ്ട്. പോരെ. ഇവിടെയോ? പുരുഷന്മാരൊരു 10-55 പേരുണ്ട്. പിന്നെ 65 കഴിഞ്ഞവരെ മാത്രം ഓട്ടോ എടുക്കുള്ളൂ. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വേറെ വിങ്ങ. ശരി. ഇപ്പൊ തന്നെ പോരെ. ഓക്കെ. ഉണ്ണിച്ചേട്ടാ, എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത്? ഏടാ കൊച്ചനെ, ഇന്നത്തെ പത്രം കിട്ടിയില്ലല്ലോടാ മോനെ. പത്രം ഞാൻ അകത്തെ മേശപ്പുറത്ത് ഇട്ടായിരുന്നല്ലോ. ഓ, എന്നാ ആരെങ്കിലും എടുത്തോണ്ട് പോയതായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. എപ്പോ എങ്ങനെ എവിടെ വെച്ച്? പത്രം ഞാൻ എടുത്തോണ്ട് പോയതാ, ആരെ കൊണ്ടെങ്കിലും ഒന്ന് വായിപ്പിക്കാൻ. കൊച്ചുകുഞ്ഞാളെ ഇപ്പം തന്നെ വായിച്ചോണ്ടിരുന്നതാണല്ലോ. ഇപ്പൊ എന്നാ പറ്റി? എടാ മോനെ, എന്റെ കണ്ണാടി പൊട്ടിപ്പോയടാ. കണ്ടോ? ഇതെന്ത് പറ്റി? ഒന്നും പറയണ്ടടാ, എന്റെ ഒരു കയ്യബദ്ധം. പറ കേക്കട്ടെ. നീ ഇതാരോടും പറയരുത്. ഇല്ലെന്നേ. നാണക്കേടാ. ഈയിടെയായിട്ട് രാത്രിയിൽ ഞാൻ ഒരുപാട് സ്വപ്നം കാണുവാ. അതല്ലടാവേ, പിന്നെ ആരൊക്കെയോ വന്ന് വഴക്കുണ്ടാക്കുന്നതായിട്ടും എന്നെ പറ്റിച്ചിട്ട് പോകുന്നതായിട്ടും ആരാന്ന് അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. പിന്നെ ആര്, എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്? എന്നിട്ട് കണ്ണാടി വെക്കാത്തത് കൊണ്ടായിരിക്കുമെന്ന് കരുതി ഞാൻ ഇന്നലെ കണ്ണാടി മുഖത്ത് ഫിറ്റ് ചെയ്താ കിടന്നുറങ്ങിയത്. ഇതാരെന്നൊന്ന് അറിയണമല്ലോ. എന്നിട്ട് അറിഞ്ഞോ? ഒന്നും പറയണ്ട. ഒരുത്തൻ എന്നോട് വഴക്കിന് വന്നു. അവൻ എന്നോട് ചോദിക്കുക ആരെ. ഞാൻ തിരിച്ചു ചോദിച്ചു എപ്പോഴാ. അപ്പൊ അവൻ എന്നോട് ചോദിക്കുക എങ്ങനെ. ഞാൻ അവനോട് ചോദിച്ചു എവിടെ വെച്ച്. അങ്ങനെ തർക്കം മൂത്ത് അവസാനം ഉന്തും തള്ളുവായി. എന്നാ പറയാനാ, ഇതിന്റെ ഇടയിൽ എന്റെ ഈ കണ്ണാടി വാണം വിട്ടതുപോലെ മേലോട്ട് പോയി. രാവിലെ ഞാൻ നോക്കുമ്പോ കണ്ണാടി ഈ പരുവത്തിലാ.
എന്റെ പൊന്നെ, കൊച്ചു കുഞ്ഞളയപ്പനല്ലാതെ ഇങ്ങനത്തെ മണ്ടത്തരം ആരെങ്കിലും കാണിക്കുവോ? കണ്ണാടി വെച്ച് ആരെങ്കിലും കിടന്നുറങ്ങുവോ? ഓ, ഇനി അങ്ങനെ ചെയ്യൂലടാവേ. ഒരബദ്ധമൊക്കെ ഏത് പൊരുന്നപ്പടയ്ക്കും പറ്റും. ആ, നീ പത്രം ഒന്ന് വായിച്ചേ, കേക്കട്ടെ. ഇങ്ങതാ. കൊപ്പറയുടെ താങ്ങുവില കേന്ദ്രം വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചേക്കും. പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിനെത്തിയ പഴയ കമിതാക്കൾ സമ്മേളനം കഴിഞ്ഞ് ഒളിച്ചോടി. ഛേ! മോശം മോശം. എനിക്കിതൊന്നും കേക്കണ്ട. നീ ആ ചർമ്മക്കോളം ഒന്ന് വായിച്ചേ. എന്റെ കൂട്ടുകാരിൽ ആരൊക്കെ എനിക്ക് മുമ്പേ മേലോട്ട് പോയി എന്നൊന്ന് അറിയാനാ. അതെന്തിനാ കാരണവരെ? ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ പണ്ടേ മേലോട്ട് പോയില്ലേ. ഇനി ആരാ ബാക്കി? ആ, നേരാ നേരാ. നീ ഒരു ദിവസം മേലോട്ട് പോകും. എണ്ണിക്കോ. ആര്, എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്? ഇതെന്താ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വല്ല കുഴപ്പവുമല്ലോ ഉണ്ടോ? മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞോണ്ടിരുന്നോ? ചിന്തിക്കേണ്ട വിഷയമാ. ആരുണ്ട് നമ്മുടെ മൂക്കി പഞ്ഞി വെക്കാൻ? എപ്പോ വെക്കണം, എങ്ങനെ വെക്കണം, എവിടെ വെച്ച്, ഇതൊക്കെ ആലോചിക്കേണ്ട വിഷയമാ. ദേ നോക്കിക്കേ, പഞ്ഞി ഞാൻ പോക്കറ്റിൽ കൊണ്ടു നടക്കുക. സമയമാവുമ്പോ കിട്ടാതെ വന്നെങ്കിലോ എന്ന് കരുതി ഡിങ്ക 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 ഡിങ്ക. എന്തുവാടാ ഇത്? ഇങ്ങനെയൊക്കെയാണല്ലോ ഉണ്ണിച്ചേട്ടാ. കാരണം ഒരാളൊരു പുലിയായിരുന്നു കേട്ടോ. നമ്മുടെ ഈ കരയിലെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു. എന്തുമാത്രം സ്വത്തുണ്ടായിരുന്നു എന്നറിയാവോ? നല്ലൊരു ദിവസമായിട്ട് നിനക്ക് ഇതേ കിട്ടിയോളൂടാ ചർച്ച ചെയ്യാൻ. ഓ, വിളിച്ചല്ലോ. എന്തോ പുട്ടോ? പുട്ടെങ്കിൽ പുട്ട്, 2 മുട്ടയും കൂടെ വെച്ചേരെ. രാവിലെ ഒന്നും കഴിച്ചില്ല, വല്ലാത്ത വിശപ്പ്. ആര്, എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്? എന്നിട്ട് ഈ സ്വത്തൊക്കെ എങ്ങനാ പോയേ? കയ്യിലിരിപ്പ് അല്ല തന്നെ. ഒരു കയ്യിലിരിപ്പും ഇല്ലാതിരുന്ന എനിക്കും ഇപ്പോ ഈ ഗതിയായില്ലേടാ മോനെ. ഉണ്ണിച്ചേട്ടന് ഒരു മകനല്ലേ ഉള്ളൂ? ഓ, അതെ അതെ, ഒരു മകനേ ഉള്ളൂ. പക്ഷേ അവനല്ലല്ലോ പ്രശ്നം. പിന്നെ അവന്റെ ഭാര്യയ്ക്കിപ്പോ ഞാനൊരു ഭാരമായി തോന്നിത്തുടങ്ങി. അവള് പറയുന്നതല്ലേ അവൻ കേൾക്കൂ. അവരുടെ സന്തോഷത്തിന് ഞാനൊരു തടസ്സം. എന്റെ വിധി അല്ലാതെന്താ പറയുന്നത്? ഓ, അച്ഛൻ വരുന്നുണ്ടോ കേട്ടോ. ഈ കത്ത് ആ മരിയ സിസ്റ്ററിന്റെ കൈ കൊടുത്തേക്ക്. ശരി അച്ഛോ. നമസ്കാരം അച്ചു. നമസ്കാരം. സുഖമല്ലേ ഉണ്ണിച്ചേട്ടാ? സുഖാണ് അച്ചു. കുറച്ച് ദിവസമായി ഉണ്ണിച്ചേട്ടനോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കും. ആദ്യം കണ്ടപ്പോൾ തന്നെ തോന്നിയതാ. ഇതിനു മുമ്പ് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അച്ഛനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നേ ഇല്ല. ഈ നാട്ടിൽ ഇതിനു മുമ്പ് അച്ഛൻ വന്നിട്ടുണ്ടോ? ഇല്ല, ഈ ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടില്ല. പക്ഷെ ഉണ്ണിച്ചേട്ടനെ എവിടെയോ വെച്ച് കണ്ടു മറന്നതുപോലെ. അച്ഛൻ ഇതിനു മുമ്പ് പാലക്കാട്ടായിരുന്നില്ലേ? പാലക്കാടല്ല, ഞാൻ വയനാട്ടിലെ ഒരു സ്ഥാപനത്തിലായിരുന്നു. വയനാട്ടിൽ എവിടാ? മാനന്തവാടിക്കടുത്ത് കബനി നദിയുടെ തീരത്ത് ഞങ്ങൾക്കൊരാശ്രമമുണ്ട്. അവിടെയായിരുന്നു ഞാൻ 40 വർഷമായിട്ട്. കൊയിലേരി.
കൊയിലേരി ഓർഫണേജ്. അതേ, വന്നിട്ടുണ്ടോ അവിടെ? അവിടെയോ? ഇല്ല, ഞാനവിടെ വന്നിട്ടില്ല. എനിക്കറിയില്ല. ഓക്കെ, ഞാനിവിടെ ഉണ്ടല്ലോ, പോരെ? അച്ചോ, ഒരു ജേർണലിസ്റ്റ് വിളിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് എന്തോ ഒരു ഫീച്ചർ തയ്യാറാക്കാനാന്നാ പറഞ്ഞേ. ആ, അയാളിപ്പോൾ എന്നെ വിളിച്ചതേ ഉള്ളൂ. ഞാൻ ഓഫീസിലുണ്ടാവും. വരുമ്പോൾ അങ്ങോട്ട് പറഞ്ഞോളൂ. ഓ ശരി അച്ചു. മാത്തുക്കുട്ടി, എടാ മാത്തുക്കുട്ടി, എടാ മാത്താ, മാത്തോ, മാത്താ. എപ്പോ എങ്ങനെ എവിടെ വെച്ച്? എപ്പോ എങ്ങനെ എവിടെ വെച്ച്? ഇതെന്താ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്നേ? മരിക്കാൻ അത്ര പേടിയാണോ? പേടിയോ? ആർക്ക്? എനിക്കോ? പിന്നെ ഒരു ചെറിയ ഉൾഭയം, അത്രേ ഉള്ളൂ. ഇപ്പോ ചേട്ടന് എത്ര വയസ്സായി? എന്തെന്ന് അവധി വരികയല്ലേ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഓഹോ, എന്നോ അവധി? 15 വർഷം കഴിഞ്ഞ്. ആട്ടെ, നമുക്കെത്രയായി? ഈ കർക്കിടകം വരുമ്പോ 76ലേക്ക് കടക്കും. കർക്കിടകം വന്നില്ലെങ്കിലോ? ഓ, ഒരു തമാശക്കാരൻ. എത്ര വയസ്സുണ്ടാലും എനിക്കിപ്പോഴും നല്ല സ്പിരിറ്റാ. ഇനിയും പോകും ഇത്രയും കാലോക്കടെ. ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷേ മോളി ഇരിക്കുന്നവൻ സമ്മതിക്കണം. ആരാ? വന്നോളൂ വന്നോളൂ. എക്സ്ക്യൂസ് മീ, ഇത് പകൽ വീടാണോ? പകല് മാത്രമല്ല, രാത്രിയിലും ഇത് വീട് തന്നെയാ. അതല്ല, വൃത്തസദനമാണോ എന്നാ ചോദിച്ചത്. അതെല്ലോ, വൃദ്ധസദനമാ. ഞാൻ താനൂർ രവി, ഒരു മാപ്രയാ. മാപ്രയോ? മാധ്യമ പ്രവർത്തകൻ. മാപ്ര. പത്ര റിപ്പോർട്ടർ അല്ലല്ലോ അല്ലേ? പത്ര റിപ്പോർട്ടർ എന്നും പറയും. എന്നാ പിന്നെ അതങ്ങ് ചുരുക്കി പറഞ്ഞാ പോരെ. പത്രത്തിന്റെ പായും റിപ്പോർട്ടറുടെ റീയും കൂടെ ചേർത്ത്. കാർന്ന ഒരാള് കൊള്ളാലോ. എവിടെയാ വീട്? എപ്പോ എങ്ങനെ എവിടെ വെച്ച് എന്ന് വല്ലതും ചോദിക്ക, മറുപടി കിട്ടും. ഞാൻ ഇവിടുത്തെ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. അച്ഛനുണ്ടോ? ഉണ്ടില്ല, അച്ഛൻ ഈ സമയത്ത് ഉണ്ണാറില്ല. 2-2:30 ആകും. അച്ഛൻ ഓഫീസിലുണ്ട്. എവിടെയാ ഓഫീസ്? ഓഫീസോ? മാനെ ഹംകോ ഉസാദിയ ഉസ്കാ ദൂർ എന്ന് പറഞ്ഞാൽ നേരെ മുന്നോട്ട് പോയി ഇടത്തേക്ക് ചെരിഞ്ഞ് വലത്തേക്ക് കേറി പിന്നെ എതിരെങ്കിലും പോ. എപ്പോ എങ്ങനെ എവിടെ വെച്ച്? എന്താ ഇയാൾ ഈ പറയുന്നത്?
ദാ വരുന്ന ആളോട് ചോദിച്ചാ മതി, പറഞ്ഞു തരും. ആരാ? ഞാൻ വിളിച്ചിരുന്നു. ഓ, നേരത്തെ വിളിച്ചിരുന്ന ആളാണോ? അതെ, പേര്? താനൂർ രവി. താനൂര്. അപ്പോൾ ഇവിടുത്തുകാരനല്ല? ഇവിടുത്തുകാരനൊക്കെ തന്നെ. പിന്നെ പേരിനൊരു ഗും കിട്ടാൻ വേണ്ടി താനൂർ കയറ്റി വെച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ഗും കിട്ടിയോ? ആ, ഏതാണ്ടൊക്കെ കിട്ടി. ആട്ടെ, ഈ സ്ഥാപനത്തെ പറ്റി എന്തെഴുതാനാ? കേരളനാഥം മാസികയിൽ ഒരു ലീഡിംഗ് സ്റ്റോറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. എന്നിട്ട് ഇവിടുത്തെ അന്തേവാസികളുമായി ഇന്റർവ്യൂ, ഫോട്ടോസ്, അങ്ങനെ അങ്ങനെ അങ്ങ് പോകും. അപ്പോ എല്ലാം കൂടി ഇന്ന് ചെയ്യാനാണോ? അല്ല, ഇന്ന് അച്ഛനുമായിട്ട് സംസാരിച്ച് അനുവാദം വാങ്ങി പലപ്പോഴായിട്ട് ചെയ്യാനാണ്. ആ, അച്ഛൻ ഇവിടെ ഉണ്ട്. നേരെ മുമ്പോട്ട് പോയി വലതുവശത്ത് അച്ഛൻ ഇങ്ങ് വരുന്നുണ്ട് കേട്ടോ. മാത്തുക്കുട്ടി, ആ ജേക്കബ് ഏട്ടൻ എന്തോ ഒരു അസ്വസ്ഥത. നീ പോയി സിസ്റ്ററിനോട് വന്നൊന്ന് നോക്കാൻ പറ. ശരി അച്ചോ. ആ അച്ചോ, ഇത് മുമ്പ് വിളിച്ചിരുന്ന ആളാ, താനൂർ രവി. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. പറയൂ. ഞാൻ കേരളനാഥം മാസികയുടെ റിപ്പോർട്ടറാണ്. ഞങ്ങൾ കേരളത്തിലെ വയോജനങ്ങളുടെ നീറുന്ന ജീവിതങ്ങൾ എന്നൊരു ലേഖന പരമ്പര പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യത്തിലേക്ക് വന്നതാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരണം. അച്ഛനോടും ചിലത് ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. അച്ഛോ, ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള പ്രചോദനം അച്ഛൻ എങ്ങനെയാ ഉണ്ടായത്? ഇത് ഞാൻ സ്ഥാപിച്ചതല്ല, ഞങ്ങളുടെ സഭയുടെ സ്ഥാപനം. സഭയെ ഇത്തരം കാര്യങ്ങൾക്ക് പ്രചോദിപ്പിക്കുന്നത് ദൈവസ്നേഹം ഒന്ന് മാത്രമാണ്. പക്ഷേ നിരാലംബരെയും ബലഹീനരെയും ചൂഷണം ചെയ്ത് അവരെ ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞാൽ അച്ഛനെ നിഷേധിക്കുമോ? തീർച്ചയായും ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് ദൈവകൃപയാലും സുമനസ്സുകളുടെ പിന്തുണ കൊണ്ടും മാത്രമാണ്. അന്തേവാസികളെ പീഡിപ്പിച്ച് എത്രയോ സംഭവങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മാധ്യമങ്ങളെ റിപ്പോർട്ടുകളെ പറ്റി പറയാൻ ഞാൻ ആളല്ല. എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അതിന്റെ പേരിൽ അടച്ചാക്ഷേപിക്കരുത്. ഈ സ്ഥാപനത്തിൽ താമസിക്കുന്ന എല്ലാവരും സന്തുഷ്ടരാണെന്ന് പറയാൻ അച്ഛന് കഴിയുമോ? അത് ഞാനല്ലല്ലോ പറയേണ്ടത്. ഇവിടുത്തെ താമസക്കാർ പറയട്ടെ. നിങ്ങൾ ചോദിക്കുക. അതിന് അനുവാദം തരുമോ? തീർച്ചയായും. ഓക്കെ. ആ അച്ചോ, ഒരു ചോദ്യം കൂടി. പ്രായമായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളെ കൊണ്ട് ചെന്നാക്കി മക്കൾ കൈ കഴുകുന്നതിനോട് അച്ഛൻ എങ്ങനെ പ്രതികരിക്കുന്നു? നല്ല ചോദ്യം. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളാണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഠിച്ച് ഉന്നത വിജയം നേടുന്ന യുവാക്കൾക്ക് മെച്ചപ്പെട്ട ശമ്പളത്തിൽ ഇവിടെ ഒരു ജോലി കിട്ടുന്നുണ്ടോ? അതുകൊണ്ടാണ് യുവാക്കളെല്ലാവരും തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. മാതാപിതാക്കളെ കൂടെ കൂട്ടാമെന്ന് വെച്ചാൽ സ്വന്തം വിയർപ്പ് വീണ മണ്ണും സൗഹൃദങ്ങൾ ഉപേക്ഷിച്ചു പോകാൻ അവർക്ക് താല്പര്യമില്ല. മോഷ്ടാക്കൾ സ്വൈരവിഹാരം നടത്തുന്ന നാട്ടിൽ സ്വന്തം ഭവനത്തിൽ പോലും മാതാപിതാക്കൾ സുരക്ഷിതരായിരിക്കുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള സുരക്ഷിതമായ കെയർ ഹോമുകളിൽ കഴിയുന്നതല്ലേ നല്ലത്? അപ്പോൾ ഭാവിയിൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ റിട്ടയർമെന്റ് ഹോമുകൾ ഉണ്ടാകാമില്ലേ? അതിനാണ് സാധ്യത കൂടുതൽ. അതിന് മാറ്റം വരണമെങ്കിൽ ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം. കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി യുവാക്കളെ ബോധവാന്മാരാക്കണം. വാർദ്ധക്യത്തിൽ മക്കളാണ് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് എന്നൊരു പൊതുബോധം കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരണം. താങ്ക് യു ഫാദർ. തൽക്കാലം ഇത് മതി. ഇനി ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടോട്ടെ. അതിനെന്താ, ഇവിടെയുള്ളവരോട് സംസാരിക്കുകയും ചെയ്യാം. വരൂ. മാത്തുക്കുട്ടി, 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 എടാ മാത്തുക്കുട്ടി, മാതാ, എടാ മാതാ,
ആ മാത്തുക്കുട്ടിയെ അവിടെങ്ങാനും കണ്ടോ? ഏ എന്തോ എന്നാ പറഞ്ഞേ? മാത്തൂട്ടി മാത്തൂട്ടി മാത്തൂട്ടി. മമ്മൂട്ടിയോ? എവിടെ? ഓ, ഈ പണ്ടാരത്തിന്റെ ചെവിയും കേക്കത്തില്ല. നമ്മുടെ മാത്തുക്കുട്ടി. മരപ്പട്ടിയോ? ഓ, എനിക്ക് ചൊറിഞ്ഞു കേറി വരുന്നുണ്ട്. ചോറുണ്ണാറായോ? എത്ര പെട്ടെന്ന്? എന്തൊരു കഷ്ടമാണിത്. നഷ്ടം വന്നാലും വേണ്ടില്ല, കഷ്ടം വന്നാലും വേണ്ടില്ല, ഇഷ്ടം പോലെ ശാപ്പാട് കിട്ടണം. പോയി നോക്കട്ടെ ചോറായോന്ന്. വിശക്കുന്നുണ്ട് 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 വിശക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? എന്താ ഉണ്ണിച്ചേട്ടാ മുഖത്തൊരു വൈക്ലമ്യം? എന്തു പറ്റി? എന്റെ മാത്തുക്കുട്ടി ആകെ പ്രശ്നമായി. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടുന്ന് പോയേ പറ്റൂ. ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം മാത്തുക്കുട്ടിക്ക് അറിയാമോ? അതിനെന്തിനാ ഉണ്ണിച്ചേട്ടൻ ഇവിടുന്ന് പോണേ? ഇവിടെ എന്താ കുഴപ്പം? ഒക്കെ കുഴപ്പമാ മോനെ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. എന്താ പ്രശ്നം എന്ന് പറ ഉണ്ണിച്ചേട്ടാ. പ്രശ്നമൊക്കെ ഉണ്ട്. മാത്തുക്കുട്ടി മോനെ, നീ എന്നെ ഒന്ന് സഹായിക്കടാ. എന്ത് പ്രശ്നമായാലും ഞാൻ സഹായിക്കാം. ഉണ്ണിച്ചേട്ടൻ ഒന്നുകൊണ്ടും ധൈര്യപ്പെടണ്ട. ഞാനല്ലേ പറയുന്നത്. ഉണ്ണിച്ചേട്ടൻ ഒന്നുകൊണ്ടും ധൈര്യപ്പെടണ്ട. എടാ കൊച്ചനെ, നീ പറയുന്നത് എന്താണെന്ന് നിനക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോടാ? ഇതൊക്കെ നമുക്ക് വിശദമായി വിശകലനം ചെയ്ത് ചർച്ച ചെയ്യാം. നിനക്കും പട്ടു പിടിച്ചോ? ദൈവമേ, ഇനി ഞാൻ ആരോട് ചോദിക്കും? മാത്തുക്കുട്ടി, ഇവിടെ ഇയാൾ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത്? ഇയാൾ ആരാ ഇയാളെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ഇയാൾ എന്നെ ചാക്കോ എന്ന് വിളിക്കുന്നു. അപ്പൊ സാറിന്റെ പേര് ചാക്കോന്ന് തന്നെയല്ലേ? അതെ. എന്നെ വെറും ചാക്കോ എന്ന് വിളിക്കാറായോ ഈ മരമാക്രിക്ക്? ചാക്കോ സാറേ എന്ന് വിളിക്കാനുള്ള ബോധം പോലുമില്ലേ ഈ മരത്തലയന്? സോറി സാറേ, സോറി. ഞാൻ അറിഞ്ഞില്ല സാറേ. ആരും എന്നോട് പറഞ്ഞില്ല സാറേ. ഇനി ഞാൻ അങ്ങനെ വിളിച്ചോളാം സാറേ. ചാക്കോ സാറേ, സാറേ. ആദ്യം അങ്ങനെ മര്യാദ പഠിക്കേ. ഇനി ചോദിക്കേ, എന്താ അറിയേണ്ടത്? ഞാനൊരു ജേർണലിസ്റ്റാണ്. ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. ഓ, ജേർണലിസ്റ്റ്. ഹലോ മിസ്റ്റർ ജേർണലിസ്റ്റ്. എന്താ അറിയേണ്ടത്? ചോദിക്കേ. സാർ ആരാ? എങ്ങനെ എവിടെ എത്തിയേ? യെസ്, ഞാൻ ഡോക്ടർ സി ഡി ചാക്കോ, മാർ ബർഖോലിയോസ് കോളേജിലെ സീനിയർ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഇൻ സൈക്കോളജി, റിട്ടയർഡ്. 3 വർഷമായി. 3 മക്കൾ. മൂത്തയാൾ സാവിയോ, ലണ്ടനിൽ. സെക്കൻഡ് വൺ സണ്ണി, ന്യൂയോർക്കിൽ. തേർഡ് വൺ സോജൻ, പാരീസിൽ. Then my wife, Dr. Annama Chacko, കഴിഞ്ഞ വർഷം എന്നെ വിട്ട് അങ്ങ് സ്വർഗത്തിലേക്ക് പോയി. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായതുകൊണ്ട് വീട് വിറ്റ് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഇപ്പോ ജീവിതമൊക്കെ എങ്ങനെയാ സാർ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സുഖം. തൽക്കാലം ഇത്രയും മതി സാർ.
ബാക്കി ഞാൻ ഉണ്ടാക്കി. നോ, 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 നോ. ഇനി എനിക്കും പറയാനുണ്ടല്ലോ. അങ്ങ് കോളേജിൽ വെച്ച് മതി സാറേ. കഥ കേൾക്കട്ടെ. മതി സാറേ. മതി സാറേ, ബാക്കി ഞാൻ ഉണ്ടാക്കിക്കോളാം. മതി സാറേ, മതി മതി പറയട്ടെ. മതിന്നേ. പറയട്ടെ, മതി സാറേ. തീർന്നില്ല കോളേജിൽ. പ്ലീസ്. യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. മാത്തുക്കുട്ടി, കോൾ അനദർ പേഴ്സൺ ക്വിക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. മാത്തുക്കുട്ടി, ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന്? പുട്ടും കടലേ. പുട്ടും കടലയും. പുട്ടും കടലേ, കടലയും പുട്ടും. പുട്ടും കടലേ, കടലയും പുട്ടും. പുട്ടും കടലേ, കടലയും പുട്ടും. പുട്ടും കടലേ, കടലേ. ഞാൻ ഇനിയിപ്പോ ആരെ വിളിക്കുക? ആ, വല്യപ്പന്മാരെ, ഉയ്, ഇന്ന് വന്നേ. ദേ ഇവരോട് ചോദിച്ചോട്ടോ. എപ്പോ എങ്ങനെ എവിടെ വെച്ച് എപ്പോ എങ്ങനെ എവിടെ വെച്ച്? അതെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന കുട്ടപ്പനോട് ചോദിച്ചോ. മണിയായിട്ട് മറുപടി തരും. ഇവിടെ വന്നിട്ട് ഒത്തിരി നാളായോ കുട്ടപ്പൻ ചേട്ടാ? കട്ടൻ കാപ്പിയോ? വേണ്ട വേണ്ട, ഞാൻ ഇപ്പൊ ചായ കുടിച്ചതേ ഉള്ളൂ. ഇങ്ങനെ ചോദിക്കരുത്. ആര്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്ന് ചോദിക്ക. ആര്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്? വാച്ചോ? ഞാൻ വാച്ച് കെട്ടാറേ ഇല്ല. അല്ല ചേട്ടാ, ഇയാൾക്ക് ചെവി ഇല്ലേ? ചെവിയൊക്കെ ഉണ്ട്, പക്ഷെ പതുക്കെ. ഇന്നലെ ചോദിച്ചതിന്റെ ഉത്തരവാ ഇപ്പൊ കിട്ടുന്നത്. ഇപ്പൊ ചോദിച്ചതിന്റെ ഉത്തരവ് നാളെ കിട്ടും. പോയിട്ട് നാളെ വാ. ആ, വരാം വരാം. ഈ സൈസ് ഇനി വേറെ ഉണ്ടോ? കാറുണ്ടോന്നോ? ഉണ്ടായിരുന്നു, ഞാനത് മകന് കൊടുത്തു. ഓ, എന്റെ ഭഗവാനെ. അവരെ വിളിച്ചിട്ടൊരു കാര്യമില്ല. പോയാട്ടെ. ആ, ഇതൊക്കെ ചുരുക്കി പത്ര റിപ്പോർട്ടായിട്ട് വരുവോ? വരും. ഓ, ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല. ഞാൻ പോയേക്കാവേ. ശരിയാക്കി തരാം. എടാ കുട്ടപ്പ, നിന്റെ ഈ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട കേട്ടോടാ. എന്തിനാടാ നീ പൊട്ടനായി അഭിനയിക്കുന്നത്? അത് പൊട്ടാതെ ചാക്കി കെട്ടി വെച്ചോ, 1 മാസം ഇരിക്കും. ഏത്? അത് അതിനിട്ടൊരു ഒറ്റ ചവിട്ടിയാൻ തന്നോണ്ടല്ലോ. അയ്യോ, ഒരാഴ്ച കഴിഞ്ഞേ നീ ഏറ്റ് നടക്കുള്ളൂ. നിർത്തടാ നിന്റെ പൊട്ടൻ കളി. പറയടാ, നിനക്ക് ചെവി കേക്കില്ലേ? തല്ലല്ലേ ചേട്ടാ, ഞാൻ പറയാം. ഇങ്ങനെയൊക്കെ അങ്ങനെ നടന്നാലേ ആരും ഒരു പണിയും പറയല. എനിക്ക് TV കണ്ട് സുഖമായിട്ട് ഇങ്ങനെ നടക്കാം. അല്ലെങ്കിലും ഈ 8, 10 എന്ന് പറഞ്ഞു നടക്കുന്ന നിന്നെ കൊണ്ട് ആരാടാ ഇവിടെ പണിയടിപ്പിക്കുന്നേ? ദൈവദോഷം കിട്ടും കേട്ടോ കുട്ടപ്പാ. അതല്ല ചേട്ടാ, ഞാനേ ഇങ്ങനെയൊക്കെ ഉത്തരം പറയുമ്പോഴേ ആൾക്കാരുടെ മുഖം കാണാൻ രസിച്ചോ. എന്നിട്ട് ഒരു ദിവസം മോളിലോട്ട് കെട്ടിയെടുക്കുമ്പോ നിന്റെ എല്ലാ രസവും തീരും, ഓർത്തോ? അപ്പൊ ചേട്ടൻ ഇങ്ങനെ ആരെ പോരെന്നൊക്കെ പറഞ്ഞു നടക്കുന്നോ? എടാ, അതിന് വേറെ കാര്യമുണ്ടടാ കുട്ടപ്പ. ഞാൻ എങ്ങനെ ജീവിച്ചവനാന്ന് നിനക്കറിയാമോ? ഒരു കാലത്ത് ജീവിതത്തിൽ കിട്ടാവുന്ന എല്ലാ സുഖവും അനുഭവിച്ചവനാ ഞാൻ. അന്നൊക്കെ അതാണ് ജീവിതമെന്ന് ഞാൻ കരുതി. എത്ര തീർത്താലും തീരില്ല എന്ന് ഞാൻ അഹങ്കരിച്ചിരുന്ന എന്റെ സമ്പത്ത് എന്നെ കൈവിട്ടു പോയപ്പോ എന്റെ ഭാര്യയും മക്കളും എന്നെ ഉപേക്ഷിച്ചു. അവരൊക്കെ ഇപ്പൊ എവിടെയാണെന്നോ എങ്ങനെ ജീവിക്കുന്നുവെന്നോ എനിക്കിപ്പോ ഒരു പിടിയുമില്ല. ഇപ്പോ മരണത്തെ കുറിച്ച് മാത്രമാണ് എന്റെ ചിന്ത. കുട്ടപ്പ, അതൊക്കെ ഒന്ന് മറക്കാനാടാ ഞാനിങ്ങനെ അതും ഇതുമൊക്കെ പറഞ്ഞു നടക്കുന്നേ.
ചേട്ടാ, സത്യം പറഞ്ഞ എൻ്റെ കഥ ഇതിനേക്കാൾ കഷ്ടമാ. ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എൻ്റെ ദുഷ്ടപ്രവൃത്തിയുടെ ശിക്ഷയാ. പുറത്തു പറയാൻ പറ്റാതെ എല്ലാം ഉള്ളിലിരുന്ന് വിങ്ങുക. എൻ്റെ ഭാര്യയെ ഞാൻ തൊഴിച്ചു കൊന്നതാ. ഈ കാലുകൊണ്ട് ഒറ്റ തൊഴി. ചത്തു. മുറ്റത്ത് തലയടിച്ചു വീണ് മരിച്ചതാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടോ. ഞാൻ ഒന്നുകൂടി കെട്ടി. 2 ആൺമക്കളുള്ള ഒരു തള്ളയെ. ആ മക്കള് എന്റെ ഈ കാല് തന്നെ തല്ലി ഓടിച്ചു. ദൈവമേ, എന്നോട് പൊറുക്കണേ. കരയല്ലേ കുട്ടപ്പ, കരയാതെ. നീ ഒഴുക്കുന്നത് നിന്റെ പശ്ചാത്താപ കണ്ണീരാ. കരുണാമയനായ ദൈവം നിന്നോട് പൊറുക്കട്ടെ. ആ വാ കുട്ടപ്പ, നമുക്ക് ആ പുറത്തു പോയി അല്പം കാറ്റ് കൊള്ളാം. നിനക്ക് കുറച്ച് ആശ്വാസം കിട്ടട്ടെ. വാ വാ. ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ തന്നെ ചെയ്യണം. ഇന്ന് തന്നെ അയാൾ വരട്ടെ. ശരിയച്ചു. എല്ലായിടത്തും മാത്തുക്കുട്ടിയുടെ ഒരു കണ്ണു വേണം. എനിക്ക് എത്താൻ പറ്റാത്തടത്ത് നീ ഉണ്ടാകണം. ശരിയച്ചു. ആർക്കും ഒന്നിനും ഒരു കുറവും വരാതെ നോക്കിക്കോണം. ഈയിടെയായി ഭക്ഷണത്തെപ്പറ്റി ചിലർക്ക് പരാതിയുണ്ട്. അത് ശ്രദ്ധിച്ചോണം. ഉവ്വ്. പിന്നെ ചാക്കോ സാറിന് ചെറിയ പരാതിയൊക്കെ ഉണ്ട് കേട്ടോ അച്ഛൻ. അദ്ദേഹത്തെ എല്ലാവരും വേണ്ട പോലെ ബഹുമാനിക്കുന്നില്ല എന്നൊരു തോന്നലും പറച്ചിലും ഒക്കെ ഉണ്ട്. അത് പ്രശ്നമാക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കൊള്ളും. വലിയ പദവിയിലൊക്കെ ഇരുന്നയാളല്ലേ. അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കേറിപ്പോരെ. എന്താ? അവിടെ എൻ്റെ പേര് ജോവി. കാഞ്ഞിരപ്പള്ളിയിലാണ് വീട്. ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. ഇരിക്കൂ. ഇരുന്നില്ലേലും എനിക്കൊരു കാര്യം അറിയണം. എന്താ? ഈ സ്ഥാപനത്തിലെ ആളെ എടുക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വന്നതാ. അന്തേവാസിയായിട്ടാണോ? അതെ. ആരെയാ? എൻ്റെ പ്രൊഡ്യൂസറെ. പ്രൊഡ്യൂസറോ? സിനിമാക്കാരനാണോ? സിനിമയും ഗിനിമയൊന്നും അല്ലല്ലോ. എൻ്റെ നിർമ്മാതാവ് എന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ. ആഹാ, സ്വന്തം അപ്പനെ കാഞ്ഞിരപ്പള്ളിക്കാര് പ്രൊഡ്യൂസർ എന്നാണോ വിളിക്കുന്നത്? മിക്കപ്പോഴും അങ്ങനെയൊന്നുമല്ല. ഇതിപ്പോ അച്ഛനോടായതുകൊണ്ട് ഞാൻ ഒരല്പം മയപ്പെടുത്തി പറഞ്ഞത്. ഓഹോ, മയപ്പെടുത്തി പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ മയപ്പെടുത്താതെ വിളിക്കുന്നത് എന്തായിരിക്കും? കേൾക്കണോ? വേണ്ട, കേൾക്കാൻ താല്പര്യമില്ല. എന്നോടൊന്ന് പറയാവോ? ചെവി പറഞ്ഞാ മതി. ഇപ്പൊ എന്തിനാ അപ്പനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഓ, അയാളൊരു മഹാ ശരിയാന്നേ. ആ കിളവനെ ഒന്നിനും സമ്മതിക്കല. ഇവിടെ കൊണ്ടിട്ടാ അവിടെ കിടന്നോളൂല്ലോ. നമുക്ക് സുഖമായിട്ട് ജീവിക്കാലോ. അപ്പോ നമ്മുടെ സുഖജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന മാതാപിതാക്കളെ കൊണ്ടിടാനുള്ള സ്ഥലമാണോ ഇത്? അല്ലേ? അല്ലേ പിന്നെ എന്തിനാ ഈ സാധനമൊക്കെ ഇങ്ങനെ കെട്ടിപ്പോക്കി വെച്ചിരിക്കുന്നത്? ചുമ്മാ വേണ്ട, കാശ് തരും. ചൊള 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 ചൊള. ഓഹോ, എത്ര തരും? ഞാൻ ഒരു 2 ലക്ഷം അങ്ങ് തരും. ഓ, 2 ലക്ഷമോ? എന്നിട്ട് മരിക്കണവരെ നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞേക്കരുത്. ജോബി വന്ന കാറല്ലേ ആ കിടക്കുന്നത്? അതെ. ഒരു 10-30 ലക്ഷം വരില്ലേ അതിന്?
30 ലക്ഷമോ 55ന്റെ മുതലാ കിടക്കണേ. ഫുൾ ഓപ്ഷൻ. അത്രയ്ക്ക് സ്വത്തുണ്ട് അല്ലേ? ഈ താന്നിപ്പാറ എസ്റ്റേറ്റ് ആരുടെയാ? ഈ ജോയി വർഗീസിന്റെയാ. 110 ഏക്കറാ. ഈ പ്രായത്തിൽ ഇത്രയും ഉണ്ടാക്കിയ ജോബി ആളും മിടുക്കനാണല്ലോ. ഓ, അതൊക്കെ പരമ്പരാഗത സ്വത്താന്നേ കാരണവന്മാര് സമ്പാദിച്ചത്. കാരണവന്മാര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ കൈയടക്കി വെച്ചിട്ട് വയസ്സാം കാലത്ത് അവരെ അഗതി മന്ദിരത്തിൽ കൊണ്ട് തള്ളുന്നതാണോ നിങ്ങളുടെ പാരമ്പര്യം? അച്ഛൻ വലിയ വായൊന്നും അടിക്കണ്ട. വരുവോ ഇല്ലയോ ഒറ്റ വാക്ക്. അച്ഛൻ ഇയാളോട് സംസാരിക്കൊന്നും വേണ്ട. ഇയാള് കള്ളു കുടിച്ചിട്ടാ എടാ, വന്നത്. എടാ, എടാ, ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിലേ നിന്റെ അപ്പന്റെ കാശ് കൊണ്ടല്ലടാ. ദേ മര്യാദക്ക് സംസാരിക്കണം. ഓ ഇല്ല, നീ എന്നെ മൂക്കിലേക്ക് വലിച്ചു കയറ്റും. ഒന്ന് പോടാ, പോയി തരത്തി കളിക്കടാ. മതി മതി, ഇനി ഒന്നും പറയണ്ട. ഇവിടെ ആരെയും എടുക്കുന്നില്ല. എന്നാ പിന്നെ അച്ഛന് നേരത്തെ പറഞ്ഞാ പോരെ, മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട്. ഇവിടെ മാത്രമല്ല, വേറെ ഉണ്ട് സ്ഥലം. ജോബി, ഒരിക്കലും മാതാപിതാക്കളോട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ദൈവശിക്ഷ ഉണ്ടാകും. ഓ പിന്നെ ദൈവശിക്ഷ അത് ഞാനങ്ങ് സഹിച്ചു. ഒന്ന് പോകള്ള കഥനാരെ. ദേ മര്യാദക്ക് സംസാരിക്കണം. നീ എന്റെ കൈയുടെ ചൂടറിയും. പിന്നെ നീ അങ്ങോട്ട് ഒലത്തും. ഇവനിട്ട് രണ്ട് കൊടുക്കാതെ പറ്റുമല്ലോ. കുറെ നേരമായിട്ട് ഇവൻ. അയ്യോ വേണ്ട വേണ്ട, വിട്ടേരെ മാത്തു. ഇനി ഒന്നും പറയണ്ട, അയാള് പോട്ടെ. എടാ, പൊടിമറ്റത്ത് ജോബി ആരാന്ന് അറിയണമെങ്കിൽ നീ കാഞ്ഞിരപ്പള്ളി വന്ന് അന്വേഷിക്കടാ. എന്നാ പിന്നെ ഞാൻ കാഞ്ഞിരപ്പള്ളിക്ക് വരാടാ. നിക്കടാ അവിടെ. പോടാ. നിന്നെ എന്ത് ഈ ഒലത്തും ഒന്ന് നിന്നെ പോ. ഞാൻ തൊട്ടു നിനക്കറിയാമോ? ഞാൻ പോടാ. നിക്കടാ അവിടെ. നിന്നെ ഞാൻ നിനക്ക് പറയുന്നത് പൊടിമറ്റത്ത് ജോബി അറിയത്തില്ലല്ലേ? ഒരുപാട് നീ നിന്നെ ഞാൻ പിടിക്കുന്നു. ഒന്നും ചെയ്യല. മാത്തു, എന്താ 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 ഇവിടെ ഒരു ബഹളം? ആരാ വന്നേ? സാറേ, ഒരാൾ മദ്യപിച്ചു വന്ന് ബഹളം ഉണ്ടാക്കിയതാ. പറഞ്ഞു വിട്ടു. ഇത്തരം കാര്യങ്ങൾ വെറുതെ പറഞ്ഞു വിട്ട് തീർക്കരുത്. നമുക്കത് ലീഗലായിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നു. ഇത്തരം കാര്യങ്ങളെ പറ്റി സാധാരണ അച്ഛന്മാർക്ക് നല്ല പിടിപാട് കാണില്ല. ഫാദർ മുമ്പ് ജോലി ചെയ്തിരുന്നിടത്തേ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല. കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രമാദമായ ഒരു കേസിനിടയിലാണ് ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അതെന്ത് കേസാ? ഒരു കൊലക്കേസ്. പ്രതിയെ പിടിച്ചിട്ടില്ല. അന്വേഷണം നടക്കുന്നു. ഇവിടെ ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ സംഗതി പെട്ടെന്ന് തീരില്ലേ? പേര് പോലീസിന് കൊടുക്കുന്നു, പോലീസ് ആളെ പിടിക്കുന്നു, 2 ഇടി കൊടുക്കുന്നു, കേസ് ചാർജ് ചെയ്യുന്നു, കോടതി ശിക്ഷിക്കുന്നു. ക്ലോസ്. ഈ 8-ലെ പശു പുല്ല് തിന്നില്ല മാഷേ. പിടിച്ചു തീറ്റിച്ചാൽ ഏത് പശുവും പുല്ല് തിന്നു. എന്താ മാത്തുക്കുട്ടി? കൈ ധരിക്കോ? ചണ്ട് കൊടുക്കാത്തോണ്ട് എന്റെ കൈ ധരിക്കോ ചാക്കോ സാറേ? പശുവിനിട്ടാണോ? അല്ലെന്നേ, ആ കാഞ്ഞിരപ്പള്ളിക്കാരനുണ്ട്. അതെങ്ങനെയാ അച്ഛൻ സമ്മതിക്കണ്ടേ? നോ 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 നോ, തല്ലുകയും കൊട്ടുകയും ഒന്നും വേണ്ട. കേസ് കൊടുക്കണം. അവൻ കോടതി കയറി ഇറങ്ങി നടക്കണം. അതാ വേണ്ടത്. അങ്ങനെ ചെയ്താൽ അവൻ മാത്രമല്ലല്ലോ, നമ്മളും കയറി ഇറങ്ങണ്ടേ? വേണ്ടി വരും. അതിലെന്താ? പിന്നെ നമ്മളോട് ഒരുത്തനും കളിക്കില്ലല്ലോ. സാറിന് പറ്റുമോ അതിന്റെ പുറകെ നടക്കാൻ? നോ 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 നോ, എനിക്ക് എവിടെയാ സമയം? അത് മാത്രമല്ലെന്നേ, അച്ഛൻ മുമ്പിരുന്ന സ്ഥലത്ത് ഏതോ കൊലക്കേസോ മറ്റോ ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട്. മുഖ്യപ്രതി ഇതുവരെ കിട്ടിയിട്ടുമില്ല. അതിനിടെ ഇനിയൊരു കേസ് വേണ്ട. അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ അങ്ങ് പോട്ടെ. ഞാനും അങ്ങ് പോട്ടെ. അവന് പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഹലോ ഉണ്ണി. അല്ല, ഉണ്ണിച്ചേട്ടാ. ഉണ്ണി അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടൻ, ഏതെങ്കിലും ഒന്നങ്ങ് ഉറപ്പിക്ക്. ഉറപ്പിക്കുന്നതിന് മുമ്പേ ഒരു ചോദ്യം. നമ്മളിൽ ആരാ മൂത്തത്? ആര് മൂത്താലും വേണ്ടില്ല, മൂപ്പിക്കാതിരുന്നാ മതിയേ. പോലെ പോലെ പോലെ. എന്താ മുഖത്തൊരു വൈക്ലഭ്യം? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ട് എന്നർത്ഥം. എന്നാ ഉണ്ടെന്നായിക്കോട്ടെ. എന്നാ നമുക്ക് ഒന്ന് തുറന്നൊന്ന് സംവേദിക്കാം. പിന്നെ ഇവിടെ തല ചൂട് പിടിച്ചിരിക്കുമ്പോഴാ സംവാദം. ഒന്ന് പോയേ സാറേ, പോയേ പോയേ. ഇത് ഇയാൾക്കും പിടിച്ചില്ല.
പറഞ്ഞിട്ട് എന്താ കാര്യം? വിവരം വേണ്ടേ? സാറേ സാറേ സാറേ, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ദേ പോലീസ്. എവിടെയാ? ദാ അവിടെ കുട്ടപ്പനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുക. ആര്, എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്? അതിന് കുട്ടപ്പൻ എന്താ ചെയ്തേ? അവന്റെ ഭാര്യയെ കൊന്നത് അത് അവനല്ലല്ലോ. പിന്നെ ആര്, എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്? ആ, ഇനി പോലീസ് എങ്ങാനും അത് മണത്തറിഞ്ഞോ? ഇയാൾ എന്താ ഈ പറയുന്നത്? അത് മുറ്റത്തെ കല്ലിലടിച്ച് തല പൊട്ടി മരിച്ചതല്ലേ, അവൻ കൊന്നതല്ലല്ലോ. ഇവിടെ എല്ലാവർക്കും വട്ടുപിടിച്ചോ? എനിക്കൊഴികെ. എനിക്കറിയില്ല സാറേ, എന്നോടൊന്നും ചോദിക്കല്ലേ, ഞാൻ പോകുവാ. ആര്, എപ്പോ, എങ്ങനെ, എവിടെ? അമ്മേ, ദേ പോലീസ്. ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. നോക്കാം. നോക്കട്ടെ. നോക്കാം. ഇവിടെ എന്താ പോലീസിന് കാര്യം? ഇത് സമാധാനപരമായി നടന്നു വരുന്ന ഒരു കാരുണ്യ സ്ഥാപനമാണ്. ഇവിടെ ഒരു പ്രശ്നമില്ല. ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടറെ ഒന്ന് കാണണം. ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പ്രശ്നം പറയൂ, എന്നിട്ട് അച്ഛനെ വിളിക്കാം. ഓഹോ, പ്രശ്നം എന്താന്ന് നിങ്ങളോട് പറഞ്ഞാലേ അച്ഛൻ വരുവുള്ളോ? അങ്ങനെയൊന്നുമില്ല, പറഞ്ഞില്ലേലും വരും. എങ്കിൽ വിളിക്ക. പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ ആരാണെന്നറിയാവോ? മര്യാദക്ക് സംസാരിച്ചുകൂടെ? മര്യാദയെങ്കിൽ മര്യാദ. വിളിക്കണോ? ഓ, അങ്ങനെ പറ. എന്താ എന്താ ഇവിടെ? സോറി ഫാദർ, ഞാൻ വന്നത് ഇവിടത്തെ ഒരു അന്തേവാസിയുടെ കാര്യം അറിയാന്. അതിനെന്താ, പറയാലോ. ഇവിടെ താമസിക്കുന്ന ഒരാളുടെ മകന്റെ കംപ്ലൈന്റ് ആണ്. ആരുടെ? എന്താ കംപ്ലൈന്റ്? കുറച്ചു നാളായിട്ട് അയാളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ആള് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് അറിഞ്ഞാ മതി. ഏതാ റാസ്കൽ? ആരാ? കംപ്ലൈന്റ് വന്നിരിക്കുന്നത് ലണ്ടനിൽ നിന്നാണ്, ഒരു ചാക്കോയെ പറ്റി. ചാക്കോയല്ല, ചാക്കോ സാർ. ആ, ഈ പറഞ്ഞിരിക്കുന്ന ചാക്കോ സാർ ഞാനാ. ലണ്ടനിലുള്ളത് എൻ്റെ മൂത്ത മകൻ സാവിയോ. എങ്കിൽ പിന്നെ വല്ലപ്പോഴും തനിക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചുകൂടെ? ആക്ച്വലി ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാലേ, എൻ്റെ ഐഫോൺ കേടായി. നന്നാക്കാൻ കൊടുത്തിട്ട് 3 ആഴ്ചയായി. ലണ്ടനിൽ നിന്ന് പാർട്സ് എത്തിയിട്ടേ നന്നാക്കാൻ പറ്റൂന്ന്. അതാ കാര്യം. അങ്ങനെ അങ്ങ് പറഞ്ഞേക്ക്. എന്നാൽ അക്കാര്യം വേറൊരു ഫോണിൽ തനിക്ക് വിളിച്ചറിയിക്കരുതായിരുന്നോ? വെറുതെ മനുഷ്യന് പണിയുണ്ടാക്കാനായിട്ട്. അതിന്റെ വേറെ ആർക്കും ഐഫോൺ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ വിളിക്കോ? ഐഫോണിൽ വിളിച്ചാൽ മാത്രമേ രണ്ടിന് കേൾക്കുള്ളൂ. വേറെ ഫോണിൽ വിളിച്ചാൽ എന്റെ സ്റ്റാറ്റസിന് മോശമല്ലേ? ഓ, തന്റെ ഒരു സ്റ്റാറ്റസ്. എന്റെ സാറേ, എന്റെ ഫോണിൽ നിന്ന് തന്നെ വിളിക്ക്. അവരെ വെറുതെ തീ തീറ്റിക്കാതെ. ഓ, അവര് തീയൊന്നും തിന്നുന്നില്ല ഫാദർ, ചുമ്മാ പ്രഹസനം. ഇന്നത്തെ കാലത്ത് മതി മതി, ഇന്ന് തന്നെ വിളിച്ചോണം. ഞാൻ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യും. താങ്ക് യു ഫാദർ. ഇറങ്ങട്ടെ? ഓക്കെ. ഇത് വളരെ മോശമല്ലേ ചാക്കോ സാറേ? മക്കൾ ഇത്രയും കാര്യമായിട്ട് അന്വേഷിക്കുമ്പോൾ അവരെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ? വിഷമോ അവർക്കോ? ഒന്നുമില്ല ഫാദർ. ഈ ലണ്ടനിൽ താമസിക്കുന്നവനുണ്ടല്ലോ, എൻ്റെ എൽഡർ സൺ സാവിയോ, എൻ്റെ ആദ്യ സന്താനം, ഞാൻ ഏറ്റവും കൂടുതൽ ഓമനിച്ചവൻ. എന്നെ ആദ്യമായി അപ്പച്ച എന്ന് വിളിച്ച് എൻ്റെ പൊന്നുമോൻ. അവനെന്താ എന്നോട് ചെയ്തതെന്നറിയാവോ? അവനാണെന്റെ
ഞാനത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ അന്നാമ്മയ്ക്ക് പകരം ഞാനായിരുന്നു മരിച്ചിരുന്നതെങ്കിൽ എൻ്റെ മക്കൾ അവളോട് ഇത്രയും ക്രൂരത കാണിക്കില്ലായിരുന്നു അച്ഛോ. അവൾ വിധവയല്ലേ, വിധവ. ഞാനാരാ? അച്ഛനറിയാവോ, ഞാൻ മക്കളുടെ കൂടെ ലണ്ടനിലും പാരീസിലും ഒക്കെ സുഖവാസത്തിൽ പോകാത്തത് എന്താന്ന്? അതെനിക്ക് നരകവാസമായിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാ. വലിയ വലിയ റിട്ടയർമെന്റ് ഹോമിൽ പോലും ഞാൻ പോകാത്തതേ പണമില്ലാത്തത് കൊണ്ടല്ലച്ചോ. എനിക്ക് ഇവിടെ ജീവിച്ചാ മതി. ഈ പച്ചയായ മനുഷ്യരുടെ കൂടെ. ഇതാണ് അച്ഛാ എന്റെ സ്വർഗം. മൈ ഹെവൻ. തേടി വാനിൽ പറക്കും പരുന്തിന്റെ ഇമ വെട്ടിടാത്തൊരു യാത്ര, ഇമ വെട്ടിടാത്തൊരു യാത്ര. തുടരുന്നു ഞാൻ എൻ്റെ യാത്ര, ഇടവേളയില്ലാത്ത യാത്ര. ഇരുൾ വീണു മങ്ങുന്ന കാഴ്ച ഇനിയേറെയുണ്ടെൻ്റെ യാത്ര. ഇടനെഞ്ചിലുയരുന്ന കനൽ ചൂടുമായി ഇന്ന് ഇടറാതെ താണ്ടുന്ന യാത്ര, ഇടറാതെ താണ്ടുന്ന യാത്ര. എങ്ങോട്ടാ ഉണ്ണിച്ചേട്ടാ ബാഗുമായി? എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല അച്ചു. എനിക്ക് പോയേ പറ്റൂ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അങ്ങനെ പോകാൻ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായിട്ടല്ല, ഉണ്ടാകാതിരിക്കാനാ. എന്തുണ്ടാകുമെന്നാ ചേട്ടൻ പറയുന്നത്? ചില രഹസ്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ക്ഷമിക്കണം അച്ചു. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, തെളിച്ചു പറയൂ. ഇല്ല, പറയാനൊന്നുമില്ല അച്ചു. എന്നെ പോകാൻ അനുവദിക്കണം. ശരി, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട, പോകാൻ അനുവദിക്കുകയും ചെയ്യാം. പക്ഷേ ഉണ്ണിച്ചേട്ടനെ ഒറ്റയ്ക്ക് വിടില്ല. വേണ്ട അച്ചു, ഞാൻ തനിയെ പോയിക്കോളാം. അതെനിക്ക് അനുവദിക്കാനാവില്ല. ഞാൻ പറയുന്ന അനുസരിക്കണം, പ്ലീസ്. ശരി അച്ചു, എനിക്ക് എപ്പോ പോകാം? താമസം ഒന്നുമില്ല. ഞാൻ പറഞ്ഞയാൾ ഇപ്പൊ വരും. അച്ഛൻ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. പക്ഷേ ആരാച്ചോ വരുന്നത്? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. വരട്ടെ, അപ്പൊ കാണാലോ. മാത്തുകുട്ടി, ഉണ്ണിച്ചേട്ടനകത്തേക്ക് പൊയ്ക്കോളൂ.
വരുമ്പോ ഞാൻ വിളിക്കാം. ഓ ശരി. ഉണ്ണിച്ചേട്ടാ, ഈ ഉണ്ണിച്ചേട്ടൻ എന്നെ പറ്റിയെന്ന് അച്ഛൻ അറിയാവോ? ഇന്ന് രാവിലെ മുതലൊരു മാറ്റം. അതങ്ങനെയാ മാത്തുക്കുട്ടി. സ്വന്തം കുടുംബത്തിന്റെ സ്നേഹക്കൂട്ടായ്മയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർക്ക് ചെറിയ മാനസിക വിഷമങ്ങൾ പോലും താങ്ങാനാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അപ്പൊ അവർക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ദാ അച്ഛൻ പറഞ്ഞ ആളെത്തിയെന്നാ തോന്നുന്നേ. കയറി ചെല്ലിയേട്ടോ. വരൂ. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. പ്രദീപല്ലേ? അതെ, അച്ഛൻ എന്നെ അറിയോ? ഇരിക്കൂ. താങ്ക് യു ഫാദർ. നമ്മൾ തമ്മിൽ മുൻപ് കണ്ടിട്ടില്ലെങ്കിലും പ്രദീപിനെ എനിക്കറിയാം. ഞാൻ ഫാദർ ജോൺ, ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ ഡയറക്ടറാണ്. 1 മാസമേ ആയുള്ളൂ ഇവിടെ വന്നിട്ട്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. താങ്കളുടെ അച്ഛൻ ഉണ്ണിച്ചേട്ടൻ ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് താങ്കളോട് വരാൻ പറഞ്ഞത്. ഇനിയുള്ള കാലം ഉണ്ണിച്ചേട്ടൻ പ്രദീപിനോടൊപ്പം കഴിയണം. അതാ നല്ലത്. ഏയ്, അത് നടക്കില്ല ഫാദർ. എന്തുകൊണ്ട്? അച്ഛനെ ഇവിടെ കൊണ്ടുവന്നാക്കിയ അതേ കാരണം കൊണ്ട് തന്നെ. എന്താണ് ആ കാരണം? എന്റെ ഭാര്യയും അച്ഛനുമായി ചേരില്ല. ഞങ്ങളുടെ കുടുംബജീവിതം അവിടെ അച്ഛനുണ്ടായാൽ അത് ശരിയാവില്ല ഫാദർ. അപ്പോ ഭാര്യയ്ക്ക് വേണ്ടിയാണോ പ്രദീപ് അച്ഛനെ തള്ളിക്കളഞ്ഞത്? അല്ലാതെ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു ഫാദർ. അവൾ എനിക്ക് തരുന്ന ആ സ്നേഹവും സപ്പോർട്ടും അത്രയ്ക്ക് വലുതാ. ഈ അച്ഛൻ താങ്കൾക്ക് തരുന്ന സ്നേഹത്തെക്കാൾ വലുതാണോ ഭാര്യയുടെ സ്നേഹം? എന്താ സംശയം? അവളാണ് എന്റെ എല്ലാം. ഭർത്താവിനെ അത്രയ്ക്ക് സ്നേഹമുള്ള ഭാര്യ ഭർത്താവിന്റെ അച്ഛനെയും സ്നേഹിക്കേണ്ടതല്ലേ? അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നും അല്ലെന്നേ അച്ഛൻ പെരുമാറുന്നത്. എല്ലാ അച്ഛന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാ. സ്നേഹം ഉണ്ടെന്നൊക്കെ പറയും, ഒന്നുമില്ല. ജന്മം തന്നതിന്റെ ബാധ്യത തീർക്കാൻ കുറെ കാലം വളർത്തുന്നു, അത്രേ ഉള്ളൂ. എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? വളർത്തുക മാത്രമല്ലല്ലോ, ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ചതൊക്കെ മാതാപിതാക്കൾ മക്കളുടെ സുഖജീവിതത്തിന് വേണ്ടി വിട്ടുതരുന്നില്ലേ? അത് ബാധ്യത തീർക്കലാണോ? പരമ്പരാഗത സ്വത്ത് മക്കൾക്ക് അവകാശപ്പെട്ടത് തന്നെയാ. അതാരുടെ ഔദാര്യമൊന്നുമല്ല. ഓഹോ, പ്രദീപ് ജനിക്കുന്നതിന് മുമ്പ് ഉണ്ണിച്ചേട്ടന് കിട്ടിയിരുന്ന ഈ സ്വത്ത് അദ്ദേഹം വിറ്റ് കളഞ്ഞിരുന്നെങ്കിലോ? സ്വത്ത് വിറ്റ് നശിപ്പിക്കാതിരുന്നത് അച്ഛൻ ചെയ്ത തെറ്റ് അല്ലേ? ഫാദർ എന്തിനാണ് എപ്പോഴും ഈ അച്ഛന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത്? മക്കളെ ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഒരാൾ അച്ഛനാകണമെന്നില്ല. പ്രദീപ് ഇപ്പൊ പറഞ്ഞത് സത്യമാണ്. മക്കളെ ജനിപ്പിച്ചതുകൊണ്ട് മാത്രം ഒരാൾ അച്ഛനാകില്ല. ഓ, അതെങ്കിലും ഫാദറിന് മനസ്സിലായല്ലോ. അതാ മനുഷ്യനെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. പ്രായമായാൽ മാതാപിതാക്കൾ മക്കൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കണം. അതിനാ മനുഷ്യൻ ചെയ്യുന്നത് എന്താണെന്ന് ഫാദറിന് അറിയുമോ? അയാൾ എന്റെ മക്കളെ ഗുണദോഷിക്കുന്നു, തല്ലുന്നു, വഴക്ക് പറയുന്നു. അച്ഛന്റെ ചെറുപ്പകാലത്തെ പോലെ ഇപ്പോഴത്തെ കുട്ടികളും വളരണമെന്നാണ് അച്ഛന്റെ വിചാരം. അവർക്കൊക്കെ അച്ഛനേക്കാൾ 10 ഇരട്ടി ബുദ്ധിയും അറിവും ഉണ്ട്. സ്വന്തം ചോരയിൽ പിറന്ന മക്കളെ ശാസിക്കുന്നത് പോലും പ്രദീപിന് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ഫാദർ എന്താ ഈ പറയുന്നത്? എന്റെ മക്കളെ കുറിച്ച് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. അച്ഛനെ ഇവിടെ നിർത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞേരെ, ഞാൻ വേറെ സ്ഥലം നോക്കിക്കൊള്ളാം. കാശ് കൊടുത്താൽ നോക്കാൻ വേറെ ആൾക്കാരുണ്ടെന്നേ. കാശ് കൊടുത്താൽ നോക്കാൻ ആളുണ്ടാകും. പക്ഷേ സ്നേഹത്തോടെ നോക്കണമെങ്കിൽ ഉള്ളിൽ കരുണ കൂടി വേണം. അച്ഛന് മാത്രമേ കരുണയുള്ളൂ. പ്രദീപിന്റെ മക്കളെ പറ്റി പറഞ്ഞപ്പോ പ്രദീപിന് സഹിക്കാൻ പറ്റിയില്ല അല്ലേ? എങ്കിൽ കേട്ടോ, ഇപ്പൊ രോഷം കൊള്ളുന്ന പ്രദീപില്ലേ, 30 വർഷം മുമ്പ് കൊയിലേരി ഓർഫനേജിൽ നിന്ന് ഉണ്ണിച്ചേട്ടൻ ദത്തെടുത്ത മകനാണ് നീ. ദത്തെടുത്ത മകനോ? ഞാനോ? അച്ഛനെന്നെ പറ്റിക്കുന്നതല്ലേ? അച്ഛന്റെ കൂടെ പറഞ്ഞയക്കാനായി എന്നെ
എന്നെ പറഞ്ഞു പറ്റിക്കുന്നതല്ലേ? അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കണോ? മോനെ, ഇങ്ങനെ ഒരു നുണ പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. പച്ചക്കള്ളമാ മാത്രം പറയുന്നേ. കൊയിലേരി ഓർഫനേജിലെ രേഖകൾ ഇതിന് തെളിവാണ്. അതും പോരെങ്കിൽ ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു തെളിവ് ഞാൻ തരാം. അന്ന് അവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഞാൻ. എന്റെ ഈ കൈകളിൽ നിന്നാണ് ഉണ്ണിച്ചേട്ടൻ നിന്നെ ഏറ്റുവാങ്ങിയത്. 6 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ആ കുഞ്ഞിന്റെ ഇടത് കൈമുട്ടിന് താഴെ ഒരു ബർത്ത് മാർക്ക് ഉണ്ടായിരുന്നു. ഒരു നാണയത്തിന്റെ വലിപ്പത്തിലുള്ള ഒരു കറുത്ത മറുക്. നിന്റെ ഷർട്ടിന്റെ സ്ലീവ് ഒന്ന് ഉയർത്തിയാൽ അതിപ്പോഴും അവിടെ കാണും. അനാഥനാണല്ലേ? തന്നെയാണല്ലേ? ഞാനെന്റെ അച്ഛന്റെ മകനല്ല അല്ലേ? ഈ സ്വന്തം എനിക്ക് അവകാശപ്പെട്ടതല്ല അല്ലേ? ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും വേണ്ടാത്തവനായിരുന്ന നിനക്ക് ജീവനും ഇത്രയും സ്നേഹവും നൽകിയ ഉണ്ണിച്ചേട്ടനോട് നീ ചെയ്തത് കൊടിയ പാപമാണ് പ്രദീപേ. ആ ദിവസം സംഭവിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു വെളുത്ത അംബാസഡർ കാറിന്റെ പിൻസീറ്റിൽ സന്തോഷത്താൽ മതിമറന്ന് ഉണ്ണിച്ചേട്ടനും ശോഭ ചേച്ചിയും നിന്റെ ഇരു കവിളുകളിലും മാറി മാറി മുത്തമിടുന്നതും കൈകളിൽ കോരിയെടുത്ത് താരാട്ടുമുള്ളുന്നതും പ്രദീപേ, നിനക്ക് 2 വയസ്സുള്ളപ്പോ നിന്റെ അമ്മ മരിച്ചു. ഒരു പുനർവിവാഹത്തെപ്പറ്റി ചിന്തിക്കാതെ നിനക്ക് അച്ഛനും അമ്മയുമായി മാറി ഉണ്ണിച്ചേട്ടൻ. ആ അച്ഛനെയാണ് നീ ഉപേക്ഷിച്ചത്. പ്രദീപ്, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. പക്ഷേ തെറ്റുതിരുത്തി മുന്നോട്ട് പോകുന്നവർക്കാണ് ജീവിത വിജയം. ഒന്നുമല്ലാതായിരുന്നു എനിക്ക്. സ്നേഹവും വാത്സല്യവും എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി എന്നെ സ്നേഹിച്ച എന്റെ അച്ഛൻ എന്റെ അച്ഛനോട് എനിക്ക് മാപ്പ് ചോദിക്കണം. ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രാശ്ചിത്തം ചെയ്യണം. നല്ല തീരുമാനം. തീർച്ചയായും അച്ഛനെല്ലാം ക്ഷമിക്കും. അച്ഛാ, ഓ, ഉണ്ണിച്ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? അച്ഛോ, ഞാനെല്ലാം കേട്ടു. അച്ഛൻ എന്നെ തിരിച്ചറിയുന്നു, എന്റെ മകനെ വിളിച്ചു വരുത്തുമെന്നും എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇവിടുന്ന് പോകാൻ ശ്രമിച്ചത്. ഞാൻ ഇവനെ അനാഥാലയത്തിൽ നിന്ന് എടുത്തു വളർത്തിയതാണെന്ന് ഇവൻ ഒരിക്കലും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അച്ഛാ, മാപ്പറിയിക്കാത്ത തെറ്റാ ഞാൻ ചെയ്തത്. കഴിഞ്ഞതെല്ലാം മറക്കണം. എന്റെ കൂടെ വരണം അച്ഛാ. മോനെ പ്രദീപേ, പല സത്യങ്ങളും നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും കാലം ഒരുപാട് കഴിഞ്ഞിരിക്കും. അവിടെ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം ബാക്കിയാകും. അച്ഛനും അമ്മയും മക്കളും പേരക്കുട്ടികളും എല്ലാം
സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു ഇവിടെ. കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മാറിയപ്പോ ഇവിടെ വൃദ്ധസദനങ്ങൾ പെരുകി. ആർക്കും ആരോടും വിധേയത്വമില്ലാത്ത നശിച്ച ഒരു കാലഘട്ടം. മോനെ, നിന്റെ യുവത്വവും പതുക്കെ വാർദ്ധക്യത്തിലേക്ക് വഴിമാറും. അപ്പോ നിന്റെ മക്കൾ നിന്നോടും ഇതുപോലെ ചെയ്താൽ അന്ന് നീ മനസ്സിലാക്കും ഒറ്റപ്പെടലിന്റെ വേദന. അച്ഛനോട് ക്ഷമിക്കണം, എന്റെ കൂടെ വരണം. എനിക്ക് എന്റെ അച്ഛന്റെ മകനായി തന്നെ ജീവിക്കണം അച്ഛാ. എന്റെ മോനോട് ഈ അച്ഛന് സ്നേഹം മാത്രമേ ഉള്ളൂ. മനസ്സുകൊണ്ട് മക്കളെ വെറുക്കാൻ ഒരച്ഛനും ആവില്ല. എനിക്കെന്റെ മോന്റെ സ്നേഹം തിരിച്ചു കിട്ടിയല്ലോ. നീ എന്റെ പൊന്നുമോനല്ലേടാ. ജീവിതത്യാഗമാണച്ഛൻ, സ്നേഹത്തിൻ പൂവാണച്ഛൻ, കുടുംബത്തിൻ ശക്തിയാണച്ഛൻ, എല്ലാം ക്ഷമിക്കുന്ന ഗുരുനാഥനച്ഛൻ, എല്ലാം ക്ഷമിക്കുന്ന ഗുരുനാഥനച്ഛൻ. രചന നടത്തിയത് ജിമ്മി തോമസ്, സംവിധായകൻ ജോസ് താന, വേദിയിൽ ജീവിച്ചു കാണിച്ചവർ മനോജ് സാമുവൽ, ഇഗ്നേഷ്യസ് കലയങ്കാനി, മാത്യു കോട്ടൂർ, ജോയി പള്ളിക്കഞ്ഞാലി, CK മാത്യു ചിറപ്പുറത്ത്, ടോമി വെള്ളപ്പള്ളി, ഷോജി അറിഞ്ഞുപുഴ, ഷിജി അറിഞ്ഞുപുഴ, അവരാൻകുട്ടിയുടെ ഇടയ്ക്കിൽ, സൗണ്ട് റെക്കോർഡിംഗ് മധു, അശ്വതി സോങ്സ് ഉടുമ്പന്നൂർ. ഷോജി കഴിഞ്ഞു. അവരാൻകുട്ടി കല്ലെടുക്കിൽ, സൗണ്ട് മധു റെക്കോർഡിംഗ് അശ്വതി സൗണ്ട്സ് ഉടുമ്പന്നൂർ. താങ്ക് യു. ഏതായാലും നാടകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പലരും അഭിപ്രായപ്പെട്ടു. അതിൽ സന്തോഷമുണ്ട്. ആളുകൾക്ക് രസിക്കത്തക്ക രീതിയിൽ അത് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇത് കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു ഇഗ്നേഷ്യസ് ചേട്ടൻ.